ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. ഇന്ന് ഒത്തിരി ഒരു സന്തോഷമുള്ള ദിവസമാണ് ഗൈസ്. ടുഡേ ഈസ് 24th November. എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. വിചാരിക്കാത്ത സംഭവമാണ് ഗൈസ്. നമ്മളൊരു സാധനം തുടങ്ങി നമ്മളതിലോട്ട് ഇൻവൈറ്റ് ഒക്കെ ചെയ്ത് ഗൂഗിളിൻ്റെ ഓഫീസിലൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഈവൻ ആസ് എ ക്രിയേറ്റർ, എന്താ പറയുക, ആസ് എനിബഡി. ബിക്കോസ് എനിക്ക് തന്നെ ഒരു IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആളാണ് ഞാൻ. ഇന്റർനെറ്റിന്റെ ഒക്കെ ഇൻസെപ്ഷൻ മുതലേ കണ്ടു വളർന്ന് ഞാൻ മറ്റേ ഗ്രാജുവേഷനും കമ്പ്യൂട്ടർ സയൻസിലാണ് എടുത്തത്. സോ ബേസിക്കലി അന്ന് പോലും വിചാരിച്ചിട്ടില്ല വിൽ ബി എ ടൈം ഇൻ മൈ ലൈഫ് ഇങ്ങനെ ഒരു ഗൂഗിളിന്റെ ഓഫീസിലോ യൂട്യൂബിന്റെ ഇൻവൈറ്റ് കിട്ടുമെന്നോ ഒന്നൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതമാണ് കേസ്. ഞാൻ പറഞ്ഞില്ല, നമ്മളൊന്നും ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആണ് നടക്കുന്നത് ഇപ്പോൾ ലൈഫിൽ. സോ ഐ നെവർ തോട്ട് യൂട്യൂബ് വിൽ ബി നമ്മുടെ ഒരു എന്താ പറയുക, ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു മെയിൻ പരിപാടിയായിട്ട് മാറും എന്നുള്ളത്. ഐ തിങ്ക് വെരി ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ് ആൻഡ് ഐ എം എൻജോയിങ് ദിസ് സ്റ്റിൻറ്റ്. മനസ്സിലായില്ലേ? അപ്പം ഫോട്ടോഗ്രാഫി ഉണ്ട് കഴിഞ്ഞാൽ വിട്ടെന്നല്ല പറയുന്നത്, പക്ഷേ ദിസ് ഈസ് മോർ ലൈക്ക് മൈ മെയിൻ തിങ് നൗ. മനസ്സിലായോ? ഐ എം എൻജോയിങ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു പേടിയും ചമ്മലും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ബേസിക്കലി അതൊരു ക്യാമറ ആയിട്ടുള്ള സംഭവം. പക്ഷേ ഇൻട്രസ്റ്റ് ബേസിസിൽ എനിക്ക് നല്ല താല്പര്യം ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞാൻ ഈ എഫേർട്ട് ഇടുന്നത്. സോ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എളുപ്പമാവും ഇതിലോട്ട് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക്. ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് എന്തായാലും വേണം. ആൻഡ് ദെൻ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് യുവർ നീഷ്. ആൻഡ് എന്താ പറയുക, എന്താണ് നമ്മളെ കയ്യിലുള്ളത് അതിനെ മാക്സിമം ബ്രഷപ്പ് ചെയ്ത് മുന്നോട്ട് വന്ന് നോക്കുക ഗൈസ്. അപ്പം ഞാൻ കണ്ടില്ലേ, അപ്പം ഞാൻ പോലും വിചാരിച്ചില്ല. നമ്മളൊക്കെ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ കാണുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ അനലിറ്റിക്സും സംഭവങ്ങളും എല്ലാം അറിയാം. സോ ബേസിക്കലി അങ്ങനെ ഒരു എഫേർട്ട് ഇടുകയാണെങ്കിൽ ഗൈസ് ഒബ്വിയസ്ലി ഇറ്റ് വിൽ പേ ഓഫ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഇറ്റ്സ് വൺ ഓഫ് മൈ പ്രൗഡസ്റ്റ് മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് വെരി താങ്ക്ഫുൾ ടു ഹൂവർ വരാനായിട്ടുള്ള ധൈര്യം തന്നവരും നിങ്ങളാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അത് ബിക്കോസ് യൂട്യൂബ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമ്മളെ ഈ മൂവീസ് പോലെ തന്നെയാണ്. വേർ ദ ഓഡിയൻസ് ആൻഡ് ദ വ്യൂവേഴ്സ് ആർ ദ മെയിൻ പീപ്പിൾ, മെയിൻ ഫാക്ടേഴ്സ്. ഒരാൾ വളരുന്നതായാലും ഈ ഒരു സാധനത്തിൽ കൂടെ എന്താ പറയുക, ഒരു ബേസ് ഉണ്ടാക്കുന്നതിലായാലും ദ ഓഡിയൻസ് ഈസ് ദ മെയിൻ ഫാക്ടർ. അപ്പോൾ അവരില്ലെങ്കിൽ ആരും നമ്മുടെ ഈ ക്രിയേറ്റർ ഇൻഡസ്ട്രിയിലും ആരും കാണത്തില്ല. മേ ബി മീഡിയ ഇൻഡസ്ട്രിയിലും ഷോ ബിസിനസ്സിലും അങ്ങനെ ഞാൻ പറഞ്ഞേ ആ ഒരു സംഭവം ഓഡിയൻസ് ബേസിസ് ആണ്. ദ കസ്റ്റമർ കംസ് ഫസ്റ്റ് എന്ന് നമ്മൾ ബിസിനസ്സിൽ പറയുന്നതല്ല, ദ ഓഡിയൻസ് കംസ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഇടുന്ന വീഡിയോ ഒക്കെ കാണാനായിട്ട് ആളുള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ ഈ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത്. സോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഗൈസ്. ആൻഡ് ഒരു ഇൻട്രോവേർട്ട് ആയിരുന്ന ഞാൻ ഇപ്പോൾ ഇത്രയെങ്കിലൊക്കെ സംസാരിക്കുന്നത് തന്നെ നിങ്ങൾ തന്ന ആ ഒരു കോൺഫിഡൻസും സംഭവങ്ങളും കാരണമാണ്. ആൻഡ് ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്. ആൻഡ് ദിസ് ഈസ് ദ വൺ എന്താ പറയുക, ഒരു ഫാക്ടർ ദാറ്റ് പുഷസ് മീ ഇത് വീണ്ടും വീണ്ടും ചെയ്യാനും കുറച്ചുകൂടെ ധൈര്യം വരാനും ഒക്കെ. മനസ്സിലായാലും. സോ ടുഡേ മാർക്സ് ദ ഫസ്റ്റ് ഡേ ഗൈസ്. ഇനി എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഞാൻ ഇത് സീരിയസ് ആയിട്ട് എടുക്കാനുള്ള പ്ലാനാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇവൻറ്റ് വിൽ ചേഞ്ച് മൈ ലൈഫ്. ആൻഡ് ഐ ഹോപ്പ് ഇതിലോട്ട് ഇറങ്ങുന്നവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എനിവേസ് ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. നമുക്ക് ഗൂഗിൾ ഓഫീസിലോട്ട് നടക്കാം. ഇവിടെ നിന്ന് ആകെ 1 കിലോമീറ്റർ എന്തേ ഉള്ളൂ. സോ അത് ഞാൻ നടന്ന് തൊട്ടടുത്താണ് ഞാൻ താമസിക്കാൻ ഈ ഹോട്ടലെടുത്തത്. സോ ഗൂഗിൾ ഓഫീസിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ. രാവിലത്തെ ട്രാഫിക് ഉണ്ടോ ഗൈസ്? വണ്ടിയിലും എല്ലാം ഇവിടെ വരാൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഒരിക്കലും പോകില്ല. ഇത് തൊട്ടപ്പുറത്താണെന്ന് തോന്നുന്നു. 1 കിലോമീറ്റർ എന്തേ ഉള്ളൂ ഞാൻ താമസിക്കുന്നിടത്തുനിന്ന്. സോ ഞാൻ വിചാരിച്ചു നടന്നു പോവാം. ഐ തിങ്ക് ദാറ്റ്സ് ബെറ്റർ. രാവിലെ ഒരു വർക്കൗട്ടും ആവുമല്ലോ. ഒന്നും കഴിച്ചില്ല. ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ തിന്നാനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. നോക്കാം. നടക്കാനായിട്ട് സ്ഥലമില്ല കേട്ടോ ഇവിടെ. ബൈക്കൊക്കെ വരെ നടക്കുന്ന സൈഡിൽ കൂടെയാണ് വരുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് റിസ്കി ഗൈസ്. സോ എന്തൊക്കെ മെട്രോ പണിയാന്ന് തോന്നുന്നു അവിടെ. പക്ഷേ ഗൈസ്, ഗൂഗിളിൻ്റെ ഓഫീസിൽ എത്തിയിട്ട് വരാം. അമ്മേ ഗൈസ്, ഓണിറ്റ്സുക ടൈഗർ ഇട്ട് നടക്കരുത്. ഇത് വാക്കിംഗ് ഷൂസ് അല്ല. അങ്ങനെ ദൂരെ നമുക്ക് കാണാം ഗൈസ് ഗൂഗിൾ. സോ ഓൾമോസ്റ്റ് എത്താറായി. 1 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. ദൂരെന്ന് നോക്കുമ്പോൾ അടുത്താണെന്ന് തോന്നും, പക്ഷെ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. നടന്നിട്ട് എത്തുന്നില്ലല്ലോ. ഇതൊന്നും കുറച്ച് നാളായിട്ട് നടക്കാത്തോണ്ടാണെന്ന് പറഞ്ഞൂടാ. അങ്ങനെ വി ആർ ഓൾമോസ്റ്റ് ദെയർ. ഓ എക്സൈറ്റ്മെന്റ് ഗൈസ്. എത്തട്ടെ. അങ്ങനെ നമ്മൾ ഗൂഗിളിൻ്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബാഗ്മനെ പാർക്ക്. ദിസ് ഈസ് ദ ഗൂഗിൾ ഓഫീസ്. അങ്ങനെ നമ്മൾ ഗൂഗിളിൻ്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. രജിസ്ട്രേഷൻ ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് വരാം ഗൈസ്. നമ്മൾ ഗൂഗിളിൻ്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇത് എൻ്റെ ഓഫീസാണ് ഗൈസ്. ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഓഫീസ് വേറെ ലെവൽ. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ ഇവിടെ സെക്യൂരിറ്റി. അത്യാവശ്യം നല്ല രീതിയിൽ ചെക്കൊക്കെ ചെയ്തിട്ടേ വിടും. ഇവിടെ മൊത്തം വരെ ഗൂഗിളിൻ്റെ കളർ സ്കീമാണ് ഗൈസ്. വെരി നൈസ്. ഞാൻ എന്തായാലും റിസപ്ഷനിൽ കയറി ചെയ്തിട്ട് വരാം ഗൈസ്. ബൈ.
ഗൈസ് നമ്മൾ ഗൂഗിളിൻ്റെ പുതിയ ഓഫീസിലാണ് വന്നേക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. അങ്ങോട്ടൊക്കെ നമ്മൾ ആക്സസ് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. നൈസ്, കിടിലം. ഹാപ്പി ഗൈസ്, എൻ്റെ ദൈവമേ, എക്സൈറ്റഡ്. നോക്കിയാണ് ആൽഫബറ്റ്സിൻ്റെ ഒരു സെറ്റപ്പിൽ തീമിൽ എന്താ മൊത്തം ഗ്ലാസ്സിൽ ആൽഫബറ്റ്സ് ആണ്. രസമാണ് കേട്ടോ, അടിപൊളി. നൈസ്. അയ്യോ രക്ഷയില്ല ഗൈസ്, അടിപൊളി കിടിലം ഓഫീസ്. നൈസ്. ഗൈസ് ഈ മുകളിൽ പോയി കാണേണ്ട പച്ച സാധനത്തിൻ്റെ അതാണ് കായ് സൃഷ്ടി കൊളാം. അതാണ് ഈ സംഭവം. നൈസ് ഗൈസ്, നമ്മളിനിയിപ്പം ഇവൻ്റ് തുടങ്ങാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. യൂട്യൂബ് ക്രിയേറ്റ് എന്ന ആപ്പിൻ്റെയൊക്കെ എന്തോ ലോഞ്ചാണ് സംഭവം. സോ അതിൻ്റെ കുറേ ക്ലാസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് വരാം. എന്നിട്ട് പറ്റുമെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ടൂർ ഓഫ് ഇതൊക്കെ തരുമ്പം നമുക്കും കൂടെ നടന്ന് വീഡിയോ എടുക്കാം. ഗൈസ് ഇതാണ് അതുൽ, നമ്മുടെ എല്ലാമായ അതുൽ. യൂട്യൂബിലെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നല്ലേ, യൂട്യൂബിലുള്ള ക്രിയേറ്റേഴ്സിനൊക്കെ. ഇത് നമ്പർ 1 ക്രിയേറ്റർ ബാംഗ്ലൂരിലെ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ എല്ലാവരെയും നമ്മൾ കണ്ടതിൽ വളരെ സന്തോഷം ഗൈസ്. നമ്മുടെ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഗൈസ്, അനു മുഹമ്മദ് സലീം ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് അവർ പാസ് ടു ഗൂഗിൾ ഗൈസ്. ക്രിയേറ്റർ കമ്മ്യൂണിറ്റി ഇവൻ്റാണ് സംഭവം. അങ്ങനെ അടിപൊളി ഓഫീസ് കേട്ടോ. പരിപാടി ഇപ്പോൾ തുടങ്ങും. ഇത് സത്യം പറഞ്ഞാൽ 3 സിറ്റിയിൽ ഒരുമിച്ച് നടക്കുകയാണ് ഈ ഒരു ഇവൻറ്റ്. ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ. അപ്പോൾ പല ആസ്പെക്ട്സ് ഓരോ സിറ്റിയിൽ നിന്ന് സ്ട്രീം ചെയ്ത്, സ്ട്രീമല്ല കവർ ചെയ്യും, ലൈക്ക് ലൈവായിട്ട്. കുറച്ച് പ്രോഡക്റ്റ് ലൈക്ക് ലോഞ്ചും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ യൂട്യൂബിൻ്റെ എന്താ പറയുക, അത് വരാൻ പോകുന്ന കാര്യങ്ങളും ഫീച്ചേഴ്സും ഒക്കെയാണ് പറഞ്ഞു തരുന്നത്. സോ ലെറ്റ് സീ ഗൈസ്. നമുക്ക് ആദ്യം പരിപാടി തുടങ്ങിയിട്ട് എന്താണെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ റിലാക്സ് ചെയ്യാം. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കാം മാക്സിമം. ദിസ് ഈസ് ദ ഗൂഗിൾ ഓഫീസ്. നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഗൈസ്. അയ്യോ അടിപൊളിയല്ലേ. ഇത് ആദ്യമായിട്ടാണോ വരുന്നത് ഇവിടെ? ആണോ, ഞാനും ആദ്യമായിട്ടാണ്. ഏതെങ്കിലും ഒരു ഗൂഗിൾ ഓഫീസിൽ ആദ്യമായിട്ടാണ് വരുന്നതാണ്. ഇത് രസമാണ് കേട്ടോ. ഇവിടെ നിന്ന് പണിയെടുക്കാൻ തന്നെ തോന്നുന്നു ഗൈസ്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മൾ ദിസ് ഈസ് ദ പ്ലേസ് എവറിബഡി ഡ്രീം ഓഫ്. ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ ക്ലാസ് റൂമിൽ വന്നിരിക്കുകയാണ്. ഗൂഗിളിൻ്റെ ബാക്ക് ടു ക്ലാസ് റൂം. ബൈ ഗൈസ്. മേത്തി കുക്കീസ്, കറാച്ചി ഫ്രൂട്ട് ആൻഡ് നട്ട് കുക്കീസ്. നമ്മൾ ഫ്രൂട്ട് ആൻഡ് നട്ട് കുക്കീസ് ട്രൈ ചെയ്യാം ഗൈസ്. ഫുഡ് വ്ളോഗ്, എവിടെ പോയാലും നമ്മൾ ഫുഡ് വ്ളോഗ് വിട്ട് കളിയില്ല. കോഫിയും എടാ ഒരു ഗ്ലാസ് എനിക്കൂടെ എടുക്കും. താങ്ക്സ്. ഇത് വെറും വെള്ളമല്ല, വാട്ടർമെലൺ ഡില്ലി സ്പാ വാട്ടറാണ്. ലക്ഷറി. ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഐസ്, തണുത്ത വെള്ളമാണ് ഗൈസ്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഈ വെള്ളം കുടിച്ചു, അടിപൊളി. ഇന്നേ വരെ കുടിക്കാത്ത വെള്ളത്തിൻ്റെ റിവ്യൂ ഇവിടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. വെള്ളത്തിന് കുടിച്ചു. കുറച്ച് അത്യാവശ്യം നല്ല തണുപ്പുള്ള വെള്ളമല്ലേ, നല്ല തണുത്ത ടേസ്റ്റുള്ള വെള്ളം ഗൈസ്. തണ്ണി വിറപ്പിച്ച് ഇൻഫ്യൂസ്ഡ് വെള്ളത്തിന് നശിപ്പിച്ച് ഗൈസ്. കൊള്ളാം ഗൈസ്, നല്ല വെള്ളം. ഈ ബിസ്ക്കറ്റ് കഴിക്കട്ടെ. ഇതിനകത്ത് ഫ്രൂട്ട്സ് ആൻഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എന്തോ നട്ട്സൊക്കെ ഉണ്ട്. അത് പൊളിക്കും. ഗൂഗിളിലെ ഫുഡ് റിവ്യൂ എന്നൊരു ആഗ്രഹമായിരുന്നു ഗൈസ്, ഗൂഗിളിലെ ഫുഡ് കഴിക്കണം. ഞാൻ പ്രിവ്യം വന്ന് കഴിക്കണം കണ്ടിട്ടുണ്ട്, ഷാസ് വന്ന് കഴിക്കണം കണ്ടിട്ടുണ്ട്. സോ എന്നൊക്കെ ഞാൻ വിചാരിച്ചില്ല. ഞാനിവിടെ വരും, ഞാനൊരു യൂട്യൂബർ ആവുമെന്ന് വിചാരിച്ചില്ല. ഫർഗെറ്റ് അബൌട്ട് കമ്മിങ് ആൻഡ് ട്രൈയിങ് ഔട്ട് ദ ഫുഡ്. ഗ്രേറ്റ്ഫുൾ ഗൈസ്. അതാണ് ഗൈസ്, ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഗുഡ്. ഓക്കെ ഗൈസ്, മീറ്റിംഗ് തുടങ്ങാറായി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. ബൈ ഗൈസ്. ഗൂഗിളിൽ നിന്നുള്ള വ്യൂ ആണിത്, രക്ഷയില്ല, അടിപൊളി. ഫുഡ് കഴിക്കാൻ ഉള്ള തിരക്കിൽ നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ നല്ല ആർട്ട് വർക്കൊക്കെ വെച്ച് നല്ല കിടിലം നല്ല രസമുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. മോസ്റ്റ് ഓഫ് ദ ഏരിയ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ബേസിക്കലി ഇവിടെ കുറേയൊക്കെ മറ്റേ റെസ്ട്രിക്റ്റഡ് സംഭവങ്ങളാണ്. ഫുഡ് മാത്രം കാണിച്ചു തരാം ഗൈസ്. ഫുൾ ആർട്ട് വർക്കാണ്, ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ട്. ബേസിക്കലി ഇവിടെ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നവരൊന്നും വീഡിയോ എടുത്തുകൂടാ, അതുകൊണ്ട് ഈ പടങ്ങളൊക്കെ കണ്ട് സമാധാനിക്കുക. അതെ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കത്തില്ല. ദിവസവും വന്ന് ഈ പടമൊക്കെ കണ്ട് പണിയെടുക്കുക. ഫുഡ് ഏരിയയിൽ ഗൂഗിൾ കഫറ്റേറിയയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കഫറ്റേറിയ. ഇതാണ് കഫറ്റേറിയ. ആൾക്കാരെ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ
പെട്ടെന്ന് തന്നെ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് കാണിക്കാം ഗൈസ്. പക്ഷേ ആളുകൾ ഇല്ലാത്ത ഏരിയ ഇതൊക്കെ കൊള്ളാം. അടിപൊളി കേട്ടോ, രക്ഷയില്ല, സൂപ്പർ നൈസ്. ഇതാണ് അവരുടെ ഫുഡ് കോർട്ട്. സെറ്റ് മെനു ആണെന്ന് തോന്നുന്നു കേട്ടോ. സ്ട്രീറ്റ് ഫുഡ്, വെജ്, അപ്പറ്റൈസേഴ്സ് കൊള്ളാം. ഓക്കേ ഗൈസ്, വളരെ ഇന്നത്തെ വിശാലമായ ഷോറൂമാണ് ഗൈസ്. ബ്രൈറ്റ് ഫോക്സ് ഫുഡൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെ, ബ്രൈറ്റ് ഫോക്സിൻ്റെ പേരെന്താണ്? ഞാൻ സത്യം രേവതി അല്ലേ? ഓക്കെ, അതെ അതെ, ഇൻറ്റീരിയർ. നമ്മളിവിടുത്തെ ഇൻറ്റീരിയർ ആസ്വദിക്കാൻ വന്നതല്ല ഗൈസ്. പക്ഷെ നമ്മൾ ഇൻറ്റീരിയർ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. ഇതൊക്കെ ഫുൾ കോണ്ടിമെൻറ്റ്സ് ആണ് ഗൈസ്. സാലഡ് കൗണ്ടേഴ്സ് ആണ്. ഭയങ്കര ഹെൽത്തി ഈറ്റിംഗ് ഉള്ള സംഭവമാണ്. ഓ വാവ് ഗൈസ്, ഈ ഒരു വ്യൂവിലിരുന്ന് കണ്ട് കഴിക്കാം നമുക്ക്. നൈസ്, രക്ഷയില്ലാത്ത വ്യൂ ഗൈസ്. അതുകൊണ്ട് ദിസ് ഈസ് അവാർഡഡ് വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് പ്ലേസ്. ലോകത്തെപ്പോഴും ഗൂഗിളിൻ്റെ ഓഫീസ് വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് പ്ലേസ് എന്നാണ് പറയപ്പെടുന്നത് ഗൈസ്. എല്ലാ അവാർഡും അവർ തന്നെ വാങ്ങിച്ചു കൂട്ടുന്നത്. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഈസ് കോൾഡ് സോ. രക്ഷയില്ല, അടിപൊളി. ഇതിൻ്റെ താഴെ സ്പോർട്സ് പരിപാടിയൊക്കെ ഉണ്ട്. നൈസ്. ഷോർട്സ് എടുക്കുന്ന ബ്രൈറ്റ് ഫോക്സ് ഗൈസ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഗൂഗിളിൻ്റെ കഫറ്റേറിയയിലാണ്, ഗൂഗിൾ ഓഫീസിൻ്റെ അകത്തുള്ള. ഞാൻ ഇപ്പോൾ ആദ്യത്തെ റൗണ്ടിനെടുത്തത് നൂഡിൽസ്, ചില്ലി ചിക്കൻ, പിന്നെ ഒരു ഫിഷ് വിത്ത് ചെസ്റ്റ്നട്ട് സോസ് എന്നാണ് സംഭവം. പിന്നെ ഷെസ്വാൻ സോസും ഹണി ചില്ലി സോസും. ഗൈസ്, അൺറിയൽ എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവമാണ്. നമ്മളൊക്കെ അറിയാമെന്നുള്ളവർ വന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കാര്യം ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ ഭയങ്കര വലിയൊരു സന്തോഷമുണ്ട് ഗൈസ്. ഫസ്റ്റ് ഗൂഗിൾ ഫുഡ് റിവ്യൂ. നൂഡിൽസ് കഴിച്ചു നോക്കാം ഗൈസ്. കൊള്ളാം, നല്ല ടേസ്റ്റ്. ചില്ലി ചിക്കൻ കൊള്ളാം. ഫിഷ് കഴിച്ചോട്ടെ. ഇതാണ് ഒരു ചില്ലി ഫിഷ് പോലത്തെ സാധനമാണ്. ഓ സൂപ്പർ സോഫ്റ്റ്, കൊള്ളാം, അടിപൊളി സംഭവം കേട്ടോ. ഇവിടെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ഗൂഗിളേഴ്സ് ഉണ്ടല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നവരും. അപ്പോൾ അവർ ഫ്രെയിമിൽ വരാൻ പാടില്ല. സർട്ടൺ ഏരിയാസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ബേസിക്കലി അത് ഒഴിച്ച് ബാക്കി റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ ഫോളോ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓ കട്ട വെജാണെന്ന് തോന്നുന്നല്ലോ. മട്ടനാണോ? ഓ എൻ്റെ അടുത്ത് ചൈനീസ് കണ്ടപ്പം അതിൽ ചോദിച്ചു ഇന്ത്യൻ എടുക്കുന്നില്ലേ എന്ന്. ഞാൻ വരുന്നു സെക്കൻഡ് റൗണ്ട്. ഇത് മട്ടനൊക്കെ എടുത്തേക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മട്ടനും എല്ലാം ഉണ്ട് സംഭവം. വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്താ വേണ്ടത് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു സംഭവമാണ്. നൈസ്, കഴിക്കട്ടെ ഗൈസ്. അടുത്ത റൗണ്ടിൽ കാണാം. എല്ലാം ഉണ്ട്. ചൈനീസും ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കുന്നു. എന്താണ് ഇതെന്താണ്, പൂരിയാ? ഓ മൈ ഗോഡ്, നമ്മളൊന്നും തിന്ന് മരിക്കും കേട്ടാ. ഇതൊക്കെ നാട്ടിൽ നിന്ന് തിന്നാൻ പോരാ. പയറ് വരും. എന്തോന്ന് ചോറ, പച്ചച്ചോറ് ഗൈസ്. എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് സാധനമാണിത്. വാട്ടർ ചെസ്റ്റ്നട്ട് ഇട്ട എന്തും ഞാൻ കഴിക്കും. വാട്ടർ ചെസ്റ്റ്നട്ട് എന്ന് പറഞ്ഞ സാധനം, അത് ഫിഷുമായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. കിഡിലും ടേസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മനഃപൂർവ്വമാണ് ഗൈസ് കഴിക്കാത്തത്. എനിക്കറിയാം ഗൂഗിൾ ഓഫീസിലെ ഫുഡിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് റിയലി ഗുഡ്. ബാക്കിയും കൂടെ കഴിച്ചിട്ട് വരാം. ഇത് ഇത്രയും അടിപൊളി സാധനം ഗൈസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ചപ്പാത്തി, പപ്പടം, ചോറ്, രസം, ക്യാബേജ് തോരൻ, മസാല സബ്ജി, കടായി സബ്ജി, പിന്നെ ഒരു മട്ടൻ്റെ ഡിഷ്, പിന്നെ എന്തോ ഒരു റൈസ്. ചപ്പാത്തി ആൻഡ് മട്ടനാണ് ഗൈസ്. നല്ല സോഫ്റ്റ് മട്ടൻ. കൈ വെച്ച് കഴിക്കാം ഗൈസ്. ഇതൊക്കെ കൈ വെച്ച് കഴിച്ചില്ല ഇതിനൊന്നും. കൊള്ളാം. ഓരോ ഡിഫറെൻറ്റ് ടൈപ്പോ. ആഹാ, ഞാൻ മട്ടൻ തൂക്കെടുത്തുകൊണ്ട് വന്നത്. ഫുഡൊക്കെ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ഒത്തിരി ഒരു ഫ്ലേവർ ഇതൊന്നും ആഡ് ചെയ്യൂല. ഭയങ്കര സബ്റ്റിലായിട്ടുള്ള ഫ്ലേവേഴ്സിലാണ് സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മട്ടനൊക്കെ നല്ല സോഫ്റ്റ് കേട്ടോ, ഇത് രക്ഷയില്ല. സോഫ്റ്റ് മട്ടൻ. അതിന് ഡെസേർട്ട് കൂടെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇതാണ് ഡെസേർട്ട്. ഫ്രൂട്ട്സ് ഞാൻ കുറച്ച് ഹണി അതിൻ്റെ പുറത്തോട്ട് കഴിച്ചു. പിന്നെ എന്തോ മാൽപ്പുവാന്ന് തന്നെ ഡെസേർട്ട്. ഇത് കഴിച്ചാൽ തട്ടിപ്പോകും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നോക്കട്ടെ കഴിച്ചു നോക്കാം ഗൈസ്. ഞാൻ ബ്രെഡും ബട്ടറും എടുത്തത്. അത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഞാൻ എവിടെ പോയാലും ബ്രെഡും ബട്ടറും കഴിക്കും. അതവിടെ ഒളിച്ചിരിക്കുക, ഞാൻ കണ്ടില്ല. അത് ഒരാൾ കഴിച്ച് ഫുള്ളായിട്ടൊക്കെ ഇരിക്കുന്ന നോക്കിയേ. എങ്ങനെയുണ്ട് ഫുഡ്? ഇഷ്ടപ്പെട്ടോ? സെറ്റ് കൊള്ളാം, നൈസ് ഫുഡ്. ഞാൻ ഇത് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് വരാം. കേട്ടോ, പ്ലിങ് ഓഫ് പ്രോംസ്. ഇപ്പോൾ പ്ലിങ് ആവണം, കാണിച്ചു തരാം. അത് തെറിച്ച് വരും. ഇതിലേതെങ്കിലും താഴോട്ട് വരും. പ്ലിങ് എൻ്റെ അമ്മ സെയിം.
each of us could do, or we can collaborate. Or Ask Gemini to generate a character and act it out in a shorts video. എൻ്റെ ദൈവമേ, അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓ, Buddy up to test you live. Buddy up to test you live. you have to make a go live stream with your creator. Oh, create an unlisted vertical live stream and share the link with another creator in the room. Simple. Can't go public also. Unlisted channel. Yeah. We're getting easy challenges, guys. Okay. Oh. Okay, done. 5-second time. It's okay. Finish. One is enough now. Or should we try other days which we can do? Like again? 10 seconds video. Double. ആരും ചിരിക്കരുത്. ആരോഗ്യമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചലഞ്ച്. ഗൈസ്, നമ്മളൊരു ചാലഞ്ച് ഒക്കെ ചെയ്ത് സാമ്പിൾ ഇനി ഒരെണ്ണം കൂടെ, ഒരു ചാലഞ്ച് കൂടെ ഉണ്ട്. അതും കൂടെ ചെയ്താൽ നമുക്ക് പ്രൈസ് കിട്ടും. നമുക്ക് പോയി ആ ഒരു ചാലഞ്ചും കൂടെ കഴിഞ്ഞിട്ട് വരാം ഗൈസ്. നോക്കട്ടെ. ബൈ ഗൈസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നോക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ എന്താണ് അത് ഇൻസ്പയർഡ് ആക്കിയിട്ട് നമ്മൾ ഷോർട്സ് ചെയ്യണം. No, this is later. Incorporate dance was everyday festive task. Serving food in ഞാൻ ഡാൻസ് കളിച്ചാണ് സെർവ് ചെയ്യണോ? നടക്കാത്ത കേസുകൾ ഗൈസ്. ഇല്ല, ഇത് പിന്നെ ഗൈസ് ഭയങ്കര ടഫായിട്ടുള്ള ടാസ്ക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ബോളിവുഡ് ഡാൻസ് മൂവ്സ്. നമ്മൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് കമ്മ്യൂണിറ്റിയുടെ സൈനേജ് ആണ് ഗൈസ്. അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശമൊക്കെ തീരാറായി. കുറച്ച് ചാലഞ്ചിങ് പരിപാടി സംഭവമാണ്. ഇനി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു ക്ലാസ് പോലത്തെ എന്തെങ്കിലും കൂടെ കാണും, ലൈക്ക് ഒരു മീറ്റിംഗ്സ് പരിപാടി. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ഡൺ ഫോർ ദ ഡേ ആൻഡ് വാസ് എ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് ഗൈസ്. അങ്ങനെ ഗൈസ് പരിപാടികളൊക്കെ ഒരുവിധം തീരാറായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ കുറച്ച് നേരം കൂടെ ഉണ്ട്. എനിക്കൊന്നും വല്ല ഗിഫ്റ്റ് വല്ലതും എന്തോ തരുമെന്നൊക്കെ എന്തോ പറയുന്ന പോലെ തോന്നി ഇവിടുത്തെ ഈ ചാലഞ്ചൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. യൂട്യൂബ് കപ്പ് കേക്ക് വന്നിട്ട് നമ്മൾ യൂട്യൂബ് കപ്പ് കേക്ക് തിന്നാതെ പോയിരുന്നെങ്കിൽ വലിയ നഷ്ടമായിരുന്നു. ആ സുമയോക്കിയുടെ പാട്ടും കേട്ടിരുന്നെങ്കിൽ. ഓ, ഇതൊക്കെ നൈസാണ് ഗൈസ്. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അടിച്ച് തുടങ്ങാം ഗൈസ്. മിനി സമോസ, ടാമറിൻ ചട്നി, മിൻ ചട്നി എല്ലാം ഉണ്ട്. ഓക്കെ ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു ഫൈനൽ പരിപാടി. കത്തി റോൾ സ്നാക്സ്. കൊള്ളാം, ഗുഡ്. വ്യൂ ഒക്കെ നോക്കി തിന്നാകും. സമോസ ഗൈസ്. സമോസ, ബേബി സമോസ. കൊണ്ടുപോയി നോക്കിയേ, വ്യൂ ഒക്കെ നോക്കി തിന്നുന്ന ഒരു പ്ലേറ്റ് എടുത്തും സുമയോക്കിയുടെ പാട്ട് കേട്ട് വിശപ്പ് കൂടിയെന്ന് തോന്നുന്നു. ആക്രാന്തം കൂടിയെന്നല്ലേ ഗൈസ്. നമ്മളും കഴിക്കട്ടെ. സമോസോളാം ഗൈസ്. അന്യായ റെഡ് വെൽവെറ്റ്. റെഡ് വെൽവെറ്റിന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന, പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി കേക്ക്. ഇതൊക്കെ ഇടുന്ന റെഡ് വെൽവെറ്റ്. ആരും ഒന്നും അറിയുന്നില്ല എന്ന് വിചാരിച്ചത് മടമട കഴിക്കുന്ന ബ്രൈറ്റ് ബോക്സ്. ഇത് രക്ഷയില്ല ഗൈസ്. അടിപൊളി ഫ്രോസ്റ്റി. പൊളി സാധനം ഗൈസ്. കഴിച്ചിട്ട് വരാം. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗോട്ട് ടു നോ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ദ അപ്കമിങ് പ്രോഡക്ട്സ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. ബൈ. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ പാർട്ട്ണർ മാനേജേഴ്സ്. ഇവർ നമ്മളെല്ലാം ഫുള്ള് പഠിപ്പിച്ച് തരുന്നത് ഇവരാണ്. സോ നല്ലൊരു ഇൻസൈറ്റ്ഫുൾ പരിപാടിയാണ്. അങ്ങനെ ഗൈസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. താഴെ പോയിട്ട് എന്തോ കാർഡ് കൊടുത്ത് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ഒരു പരിപാടി കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ ഹാപ്പി. അങ്ങനെ ഗൈസ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ഗൈസ്. ഹിയർ കംസ് ദ ഫൺ ബ്രോ, ലിമിറ്റഡ് എഡിഷൻ. അങ്ങനെ ഗൈസ് യൂട്യൂബിൻ്റെ ഗുഡി ബോക്സാണ്. സോ നമുക്കിത് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇത് ചുമന്നുകൊണ്ട് നമ്മൾ നാട് വരെ പോകണമല്ലോ ഗൈസ്. കൈ കൊണ്ടുപോകാം. ലെറ്റ്സ് സി. ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നോക്കട്ടെ. അപ്പോൾ എന്താണെന്ന് നമുക്ക് വീട്ടിൽ പോയി തുറന്നു നോക്കാം. അല്ലെങ്കിൽ ഇതൊരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. നോക്കാം. ലെറ്റ്സ് സി. ഇവിടെ നിന്ന് ഹോട്ടലിൽ പോയിട്ട് പെട്ടി എടുക്കണം. എവിടെയെങ്കിലും ഇന്ദിരാനഗറിലും എല്ലാം പോകണം. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഹോട്ടലിൽ പോയിട്ട് എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടാണ് ഞാൻ പരിപാടിക്ക് വന്നത്. ഇതെല്ലാം കൂടെ ചുമന്നുകൊണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ദിരാനഗറിലെല്ലാം പോയിട്ട് ഏതെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ള ഏതെങ്കിലും ഒരു കഫേ കണ്ടുപിടിക്കണം ഗൈസ്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് ലെറ്റ് സി രാഹുലിന് അങ്ങോട്ട് പോകണം. എന്നിട്ട് ഇന്ന് അവിടെ ആയിരിക്കും സ്റ്റേ. പിന്നെ നാളെ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ കൊച്ചിയിലോട്ട്. ഗൈസ് ഈ ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെ ഗൂഗിളിന് വിടാം ഗൈസ്.